ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നല്ല വൃത്തിയുള്ള വീടിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വീട്ടമ്മമാരെന്ന് ഞാൻ പറയണില്ല കേട്ടോ, വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ തന്നെ ഉള്ളൂ ഒരു വീട് നല്ല വൃത്തിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ നമ്മൾ ജനവാതിലൊക്കെ ഒന്നുകൊണ്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു വായും കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് നല്ല ശുദ്ധമായി കിട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടുക, പിന്നെ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വിരിച്ചിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു റൂം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത നല്ല ശീലം എന്ന് പറയാൻ നമ്മൾ കഴുകാനുള്ള തുണികളൊക്കെ അവിടെ ഇവിടെ ഒന്നും കൂട്ടിടാതെ അത് എന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ വെക്കുക, എന്നും അലക്കിയിടാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അടുത്ത ശീലം എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ആകെ പരന്ന് കിടക്കാവും അല്ലേ, കുപ്പിയും പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ എടുത്ത് വെക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു സമയം കൂടി മാറ്റി വെക്കണം കേട്ടോ. ഈ കുപ്പിയും കാര്യങ്ങളൊക്കെ അത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് വെക്കുക, കത്തിയും കത്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഭാഗത്ത് വെക്കുക. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അടുക്കള എപ്പോഴും നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും കിടക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് ഇടുക. അതിന് ശേഷം പിന്നെ നമുക്ക് തുടക്കലും സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ സ്റ്റൗവിൻ്റെ ചുവടൊക്കെ എന്നും തന്നെ ഒന്ന് ക്ലീനാക്കാൻ നോക്കണം കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തി വേണ്ടത് അടുക്കളയിൽ നിന്നാണ് ഞാൻ പറയുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും കാര്യങ്ങളും ഉണ്ടാക്കുന്നതും ഒക്കെ ഉള്ളത് ഏറെയും അടുക്കളയിൽ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുമ്പോഴുള്ളൂ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടെ എന്നും ഇരിക്കാൻ സാധിക്കുക. അടുത്ത നല്ല ശീലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിങ്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഇടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ സോഡ ഉണ്ടല്ലോ, അപ്പക്കാരെന്ന് പറയുന്നത്, അത് വിനാഗിരിയും അതുപോലെ നമ്മളെ പാത്രം കഴുകണ വിമ്മാണ് കേട്ടോ എടുത്തിട്ടുള്ള വിമ്മും കൂടിയും കൂട്ടിയിട്ടാണ് കഴുകണത്. ഇത് എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ചെയ്യലൊന്നും നടക്കലില്ല. ഇതൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉള്ളൂ ഇങ്ങനെ ചെയ്യാറ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഓവ് ഉണ്ടല്ലോ, ഇത് പൈപ്പ് പോകുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്നങ്ങോട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. പിന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് കുറവായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് കഴുകുന്നത് നന്നായിരിക്കും. പിന്നെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അലമാരയിലുണ്ടാകും കുറേ പഴകിയ വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ട്, അത് പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല എന്നാലോ കളയാനും തോന്നില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 4-5 മാസം കൂടുന്ന സമയത്ത് അതൊക്കെ ഒന്നാണ്ട് പഴയ സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അത് നമുക്ക് പിന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കർമ്മസേനേൻ്റെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കൊടുത്താലും കുഴപ്പമില്ല. അതുപോലെ കോട്ടൻ്റെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഓരോ ആവശ്യത്തിനൊക്കെ വരും, അടുക്കളയിൽ യൂസ് ചെയ്യാൻ കഴിക്കില്ല തുണിയായിട്ടോ അല്ലെങ്കിൽ ചവിട്ടി തേക്കാനോ അങ്ങനെ എന്തിനേലും പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതന്നെ കൊടുക്കുക, ബാക്കിയൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോൾ നല്ല തുണികളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ അലമാരയിൽ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുന്നോടെ തന്നെ കാണാൻ ചെരുപ്പുകൾ അവിടെ കൂട്ടിയിടുന്നത്. അത് എന്താ ഒരു ആൾക്കാർ വന്നു കഴിഞ്ഞാലൊക്കെ ആ മുന്നിൽ അങ്ങനെ ചെരുപ്പ് കൂടി കിടക്കുന്നത് അതൊരു വൃത്തികേടായിട്ട് പലപ്പോഴും തോന്നാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഉമ്മർത്ത് കയറി വരുന്ന അവിടെ നിന്ന് മാറിയിട്ട് കുറച്ചൊന്ന് മാറിയിട്ട് അവിടെ ചെരുപ്പുകൾ വെക്കുക. പിന്നെ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡുള്ളവർക്കൊക്കെ പിന്നെ അതിൽ നല്ല നീറ്റായിട്ടും അടുക്കി പെറുക്കിയിട്ട് വെക്കുക കേട്ടോ. അവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സൈഡിലേക്കാണ് വെക്കുകയാണ്. പിന്നെ നമ്മളെ വീട് വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ മിക്കവാറും വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടാവും. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഓരോ സാധനങ്ങൾ വെക്കാതിരിക്കുക, വെച്ചാൽ തന്നെ അത് എല്ലാ ദിവസവും എടുത്ത് മാറ്റിയതിന് ശേഷം നല്ല നീറ്റായിട്ട് തന്നെ നമ്മളെ ടേബിളൊക്കെ ഒന്നാണ്ട് തുടച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടീപ്പോയും കൂടിയും ഒന്ന് നീറ്റാക്കി കൊടുക്കുകയാണ്, നല്ല വൃത്തി തന്നെ തുടച്ചെടുക്കുകയാണ്. പിന്നെ അത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവർ വേസും കൂടി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് പിന്നെ നമ്മൾ നിലമൊക്കെ ഒന്നുകൊണ്ട് അടിച്ച് വാരി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അടിച്ച് വാരാൻ ഞാൻ ചൂലല്ല എടുത്തിട്ടുള്ളത്, ഇതുപോലത്തെ ഒരു ബ്രഷാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയൊക്കെ ഇതുമ്പോൾ തന്നെ ആയിട്ട് കെട്ടിക്കിടന്നുള്ളൂ. അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നല്ല സുഖമായിരിക്കും കേട്ടോ. മുടി ഇങ്ങനെ എഴുത് കണ്ട് എത്ര നമ്മൾ മുടി കെട്ടിക്കഴിഞ്ഞാലും വീട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നിലത്തൊക്കെ മുടി ചാടി കിടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സോഫേൻ്റെ സീറ്റൊക്കെ നന്നായിട്ടൊന്നിട്ട് തട്ടിക്കൊട്ടിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചു വാരി കൊടുക്കണം. പിന്നെ ഒന്നുകൊണ്ട് തുടക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീടൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. പിന്നെ അടിച്ചു വാരിയാൽ തന്നെ നല്ല വൃത്തിയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറ്റി പിടിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്നടുത്ത് തുടച്ചും കൂടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മുറ്റമൊക്കെ പരന്ന് കിടക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ആ വീടിൻ്റെ അകം മാത്രം വൃത്തിയാക്കിയാൽ പോരല്ലോ, നമ്മളെ മുറ്റും കൂടിയും ഒന്നാണ്ട് നീറ്റാക്കി കൊടുക്കുകയാണ്. ഇത്രയ്ക്ക് ചെയ്താൽ തന്നെ നമ്മളെ വീടൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലൊരു സുഗന്ധം വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ചന്ദനത്തിരി ഇവിടെ കുത്തിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ